ഹോർമുസ് മുതൽ സൂയിസ് കനാൽ വരെ ലോകത്തെ മുട്ടുകുത്തിക്കാൻ കടലിടുക്കുകൾ ആയുധമാകുന്ന ചെക്ക് പോയിന്റ് യുദ്ധതന്ത്രവുമായിട്ട് ഇറാൻ രംഗത്തെത്തുകയാണ്. അതെ, ഭൗമരാഷ്ട്രീയ തന്ത്രങ്ങൾ അതിർത്തികളിൽ നിന്ന് മാറി സമുദ്രത്തിലെ തന്ത്രപ്രധാനമായിട്ടുള്ള പാതകളിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മിസൈലുകളെക്കാളും ആധുനിക യുദ്ധവിമാനങ്ങളെക്കാളും കരുത്തുള്ള ആയുധവുമായിട്ട് ചെക്ക് പോയിന്റുകൾ അഥവാ സമുദ്ര കടലിടുക്കുകൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ലോക വ്യാപാരത്തിന്റെ ജീവനാഡികളായിട്ടുള്ള ഈ ഒരു പാതകളിൽ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തുന്ന നീക്കങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ താളം തെറ്റിക്കാൻ പോന്നവയാണ്. ലോക വ്യാപാരം, ഊർജ്ജ വിതരണം, കണക്ടിവിറ്റി എന്നിവയുടെ നിയന്ത്രണം കൈപ്പിടിയിലൊതുക്കാൻ ഇത്തരം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളെ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നു. ഈ ഒരു ഭൗമതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളിൽ ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് പേർഷ്യൻ ഗൾഫിനെ ഒമാൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഹോർമുസ് കടലിടുക്കിലേക്കാണ്. വെറും 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഹോർമുസ് കടലിടുക്ക് ലോകത്തെ ഏറ്റവും വലിയ നിർണായകമായിട്ടുള്ള ഒരു എണ്ണ ഗതാഗത കേന്ദ്രമാണ്. ലോകത്ത് പ്രതിദിനം ഉപയോഗിക്കുന്ന എണ്ണയുടെ ദ്രാവീകൃത പ്രകൃതിവാതകത്തിന്റെയും ഏകദേശം 20% കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെക്ക് പോയിന്റ് തടയുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ശ്വാസം മുട്ടിക്കുന്നതിന് തുല്യമാണ്. ഇറാൻ ഇന്ന് ഈ ഒരു പാത ഒരു പ്രതിരോധ കവചമായിട്ടും ആയുധമായും മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. എണ്ണ ടാങ്കറുകളിൽ നിന്ന് അനൗപചാരികമായിട്ട് ടോൾ പിരിക്കുന്നതുൾപ്പെടെയുള്ള നീക്കങ്ങൾ ലോകശക്തികളെ ആകെ ആശങ്കയിലാഴ്ത്തുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം കടലിടുക്കിലൂടെയുള്ള തടസ്സമില്ലാത്ത ഗതാഗതം ഉറപ്പാക്കേണ്ടതുണ്ട്. UN സമുദ്ര നിയമ കൺവെൻഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യത്തിനും ഇത്തരം അന്താരാഷ്ട്ര ജലപാതകൾ തടസ്സപ്പെടുത്താൻ അവകാശമില്ല. എന്നാൽ ഇറാൻ തങ്ങളുടെ പരമാധികാരവും സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഉയർത്തിക്കാട്ടി ഈ നിയമങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിച്ചും കപ്പലുകൾ വൻതുക ടോൾ ചുമത്തിയും ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകുന്നു. ഇത് കേവലം ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള ഒരു സാധാരണക്കാരന്റെ കീശയെ ബാധിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള യുദ്ധമായിട്ട് മാറുകയാണ്. ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ ഇത്തരം ചെക്ക് പോയിന്റുകൾ ആയുധമാക്കിയതിന് മറ്റുദാഹരണങ്ങളും കാണാൻ കഴിയും. 1956 ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ സൂയിസ് കനാൽ ദേശസാൽക്കരിച്ചത് ഇതിന് സമാനമായിട്ടുള്ള നീക്കമായിരുന്നു. അന്ന് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും സാമ്പത്തിക അടിത്തറ തകർക്കാനും അവരുടെ ആഗോള ആധിപത്യത്തിന് അന്ത്യം കുറിക്കാനും ഈ ഒരു തീരുമാനത്തിലൂടെ ഈജിപ്തിന് കഴിഞ്ഞിരുന്നു. ഇന്നത്തെ ഇറാനിയൻ സാഹചര്യങ്ങൾ ചരിത്രത്തിന്റെ ആവർത്തനമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഡോളറിന്റെ ആഗോള ആധിപത്യം തകരുന്നതിലും പുതിയ സാമ്പത്തിക ശക്തികളുടെ ഉദയത്തിലും ഇത്തരം നീക്കങ്ങൾ വഴിതെളിച്ചേക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന മലാക്ക കടലിടുക്കാണ് ലോകത്തെ മറ്റൊരു പ്രധാന ചെക്ക് പോയിന്റ്. ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഈ ഒരു പാതയെ ആശ്രയിച്ചാണ്. മലാക്ക കടലിടുക്കിലൂടെ ഉണ്ടാകുന്ന ചെറിയൊരു തടസ്സം പോലും ഏഷ്യൻ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കും. ഇതിന് പകരമായിട്ട് ദൂരമേറിയ മറ്റ് പാതകൾ ഉണ്ടെങ്കിലും സമയവും ചിലവും കണക്കിലെടുക്കുമ്പോൾ മലാക്കയെ അവഗണിക്കുക അസാധ്യമാണ്. ഇത്തരം ഓരോ ചെക്ക് പോയിന്റുകളും ഓരോ രാജ്യങ്ങളുടെയും വിരൽ തുമ്പിലുള്ള സ്വിച്ചുകൾ പോലെയാണ്. അവ അമർത്തുന്നതിലൂടെ ലോകത്തെ ഇരുട്ടിലാക്കാൻ അവർക്ക് സാധിക്കും. എന്തായാലും മധ്യപൂർവ്വ ദേശത്തെ മറ്റൊരു നിർണായക കവാടമാണ് ബാബ എൽ മന്ദേബാദ് കടലിടുക്ക്. യമനും ജിബൂട്ടിക്കും ഇടയിലുള്ള ഈ ഒരു പാത ചെങ്കടലിനെ ഏതൻ ഉൾക്കടലുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഈ സൂയിസ് കനാലിലേക്കുള്ള കപ്പലുകളുടെ ഏക വഴി എന്നത് നിലയിൽ ഇതിന് വലിയൊരു പ്രാധാന്യം ഉണ്ട്. ഈ സമീപകാലത്ത് യമനിലെ ഹൂത്തികൾ അല്ലെങ്കിൽ ഹൂത്തി വിമതർ ഈ ഒരു മേഖലയിൽ നടത്തിയ ആക്രമണങ്ങൾ ഇതിനൊരു ഉദാഹരണമാണ്. ആധുനിക നാവിക സേന ഇല്ലാതെ തന്നെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഒരു കടലിടുക്കിനെ എങ്ങനെ വരുതിയിലാക്കാം എന്ന് ഹൂത്തികൾ തെളിയിച്ചിട്ടുണ്ട്. ഇത് വലിയ ഷിപ്പിംഗ് കമ്പനികളെ ആഫ്രിക്ക ചുറ്റി സഞ്ചരിക്കാൻ നിർബന്ധിതരാക്കി. അതിന്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ചരക്ക് കൂലിയും ഉൽപ്പന്ന വിലയും വർദ്ധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഈ ചെക്ക് പോയിന്റ് യുദ്ധതന്ത്രം ആഗോളവൽക്കരണത്തിന്റെ അന്ത്യം കുറിക്കുമോ എന്ന ഭയം നിലനിൽക്കുന്നുണ്ട്. ഈ പരസ്പരാശ്രിതമായ ഒരു ലോകത്ത് ഇത്തരം വിതരണ ശൃംഖലകൾ തടസ്സപ്പെടുന്നത് മരുന്നുകൾ, ഈ സെമി കണ്ടക്ടറുകൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ദൗർബല്യത്തിന് കാരണമാകും. യുദ്ധങ്ങൾ ഇപ്പോൾ അതിർത്തികളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഈ സമുദ്രത്തിലെ ഇടുങ്ങിയ പാതകളിലൂടെ
ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ വേട്ടയാടുന്നു. ഇനി ഇറാൻ കാണിച്ചു തന്ന ഈ ഒരു ബ്ലൂ പ്രിന്റ് ഭാവിയിൽ മറ്റ് രാജ്യങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ജലപാതകൾ സുരക്ഷിതമല്ലാത്ത ഒരു മേഖലകളായിട്ട് മാറുകയും ചെയ്യും. ചുരുക്കത്തിൽ ലോകത്തിന്റെ നിയന്ത്രണം ഇനി മിസൈലുകൾ കൈവശമുള്ളവരുടെ കൈകളിൽ മാത്രമല്ല, മറിച്ച് പ്രധാനപ്പെട്ട ജലപാതകളുടെ താക്കോൽ കൈവശമുള്ളവരുടെ കൈകളിൽ കൂടിയായിരിക്കും. ഇത്തരം ചെക്ക് പോയിന്റുകൾ ആയുധമാക്കുന്നത് ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക സമ്മർദ്ദം, അനിശ്ചിതത്വവും സൃഷ്ടിക്കുന്നുണ്ട്. തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെ കൃത്യമായിട്ടുള്ള പാലനത്തിലൂടെയും മാത്രമേ ഇത്തരം ഭീഷണികളെ മറികടക്കാൻ ലോകത്തിന് കഴിയൂ. അല്ലാത്ത പക്ഷം കടലിലെ ഈ ഒരു ഇടുങ്ങിയ പാതകൾ വലിയ രീതിയിലുള്ള വെല്ലുവിളിയായിട്ട് തുടരുകയും ചെയ്തു. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന പാകിസ്ഥാനിലെ ചർച്ചകൾ യാതൊരു ഫലവുമില്ലാതെ അവസാനിച്ചതോടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും അപകടകരമായിട്ടുള്ള വഴിത്തിരിവിലേക്കാണ് കടന്നിരിക്കുന്നത്. സംഭാഷണത്തിലൂടെ പ്രശ്നപരിഹാരം തേടാമായിരുന്ന ഒരു അവസരം തകർന്നതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം പ്രഖ്യാപിച്ചത് ലോകരാഷ്ട്രത്തിൽ പുതിയ ആശങ്കകൾ സൃഷ്ടിച്ചു. സമാധാനത്തിന് വഴിയൊരുക്കേണ്ട ഒരു ശക്തി വീണ്ടും ഭീഷണിയുടെയും സൈനിക സമ്മർദ്ദത്തിന്റെയും ഭാഷ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ ഉയരുന്ന വലിയ വിമർശനം. എന്തായാലും ഹോർമുസ് കടലിടുക്ക് വെറും ഒരു സമുദ്രപാതയല്ല, നമുക്കറിയാം. ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവൻ നിലനിർത്തുന്ന ഊർജ്ജ ധമനിയാണത്. ദിവസേന കോടിക്കണക്കിന് ബാരൽ എണ്ണയും വാതകവും ഈ ഒരു പാതയിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. അത്തരമൊരു നിർണായക മേഖലയെ സംഘർഷത്തിലേക്ക് തള്ളിവിടുന്ന ഏതൊരു നീക്കവും ലോക വിപണിയും സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവിനെ നേരിട്ട് ബാധിക്കുമെന്നതിൽ സംശയമില്ല. എന്നിട്ടും അമേരിക്കയുടെ സമീപനം ആഗോള ഉത്തരവാദിത്തം കാണിക്കുന്നതല്ല, ശക്തി പ്രദർശനത്തിലൂടെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണെന്ന വിലയിരുത്തലാണ് ശക്തമാകുന്നത്. ഇറാൻ വർഷങ്ങളായിട്ട് കടുത്ത ഉപരോധങ്ങളും സൈനിക ഭീഷണികളും നയതന്ത്ര സമ്മർദ്ദങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും സ്വന്തം പരമാധികാരം കൈവിടാതെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നേറാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. ഈ പുറത്തു നിന്നുള്ള ആക്രമണ ഭാഷയ്ക്ക് മുൻപിൽ തലകുനിയാത്ത തന്ത്രപരമായിട്ടുള്ള ക്ഷമയും രാഷ്ട്രീയ ദൃഢനിശ്ചയവും കാണിച്ച രാജ്യമായിട്ട് ഇറാൻ മാറിയിരിക്കുകയാണ്. അതാണ് ഇന്ന് പലർക്കും ശ്രദ്ധേയമായിട്ട് തോന്നുന്നത്. അമേരിക്കയുടെ വാദം സുരക്ഷയെക്കുറിച്ചാണെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു സാമ്പത്തിക സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയായിട്ടും കാണപ്പെടുന്നുണ്ട്. ഉപരോധങ്ങളിലൂടെ ഇറാന്റെ വരുമാന മാർഗങ്ങൾ മുറുക്കാൻ ശ്രമിച്ചിട്ടും പ്രതീക്ഷിച്ച ഫലം കിട്ടിയില്ല. അതിനുശേഷമാണ് ഇപ്പോൾ സമുദ്രപാതകൾ വരെ സൈനികമായിട്ട് നിയന്ത്രിക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഒരു സ്വതന്ത്ര രാജ്യത്തെ സംഭാഷണത്തിലൂടെ നേരിടുന്നതിന് പകരം ഉപരോധത്തിലൂടെയും ഭീഷണിയിലൂടെയും കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് അമേരിക്കൻ നയത്തിന്റെ പഴയ രീതിയാണെന്ന വിമർശനം വീണ്ടും ഉയരുകയാണ്. എന്തായാലും ട്രംപിന്റെ പ്രസ്താവനകളിൽ വ്യക്തമായിട്ട് കാണുന്നത് ലോക വ്യാപാരത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കാൾ അമേരിക്കൻ ആധിപത്യം മുൻഗണന നൽകുന്ന സമീപനമാണ്. എല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന രീതിയിൽ ഹോർമുസ് പോലൊരു പാത കൈകാര്യം ചെയ്യാമെന്ന ചിന്ത തന്നെ അപകടകരമാണ്. കാരണം ഈ ഒരു ജലപാതയെ ആശ്രയിക്കുന്നത് അമേരിക്ക മാത്രമല്ല, ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവിടങ്ങളിലെ അനേകം രാജ്യങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനം ലോകത്തിന് മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന പുതിയൊരു സമ്മർദ്ദമായിട്ട് മാറുകയാണ്. ഇറാൻ നൽകിയ മറുപടി അതേസമയം ശ്രദ്ധേയമാണ്. ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും സ്വന്തം സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇത് വെറും രാഷ്ട്രീയ പ്രതികരണമല്ല, ദേശീയ സ്വാഭിമാനത്തിന്റെ പ്രഖ്യാപനമാണ്. ഒരു രാജ്യത്തിന്റെ അതിർത്തി കരയിൽ സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിച്ച ശേഷം അതിൽ നിന്ന് അനുസരണം പ്രതീക്ഷിക്കുന്നത് യുക്തിസഹമല്ലെന്ന് ഇറാൻ ലോകത്തോട് ഓർമ്മിപ്പിക്കുകയാണ്. IRGC ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ നടത്തിയ മുന്നറിയിപ്പുകളും അതേ സന്ദേശമാണ് നൽകുന്നത്. സമാധാനപരമായിട്ടുള്ള ഗതാഗതം തടയാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിലും സൈനിക ഇടപെടലിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഇറാൻ പറയുന്നത്. അതായത് ഇറാൻ സംഘർഷം തേടുന്നില്ല, പക്ഷേ ഭീഷണിയെ വഹിക്കുന്ന രാജ്യവുമല്ല. ഈ ഒരു നിലപാട് പലർക്കും ശക്തമായിട്ടുള്ള പ്രതിരോധ രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഘർഷം നടക്കുമ്പോൾ ഹോർമുസ് വളരെ നിർണായകമാണ്. അതിലെ നയതന്ത്ര പരിപാടികളും അല്ലെങ്കിൽ വളരെ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ഇറാൻ ഇന്ന് ആ ഒരു പാത കൊണ്ടുപോകുന്നത്. അപ്പൊ ആ പാതയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ലോക രാജ്യങ്ങളാണ്. അത് ഈ പറയുന്നത് പോലെ അമേരിക്കയുടെ സമ്മർദ്ദം മൂലമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്.